ഇത് എന്ത് മനസ്സിലാക്കിയത്? ഞാൻ ഇപ്പം ഇങ്ങോട്ട് 2 ദിവസം ആയിട്ട് ഇങ്ങോട്ട് വന്ന ഒരു പുതിയ ആളാണെന്നോ? അന്റീനം കാട്ടി 10-20 കൊല്ലം മുമ്പെങ്കിലും ഈ പ്രസ്ഥാനത്തിനും വേണ്ടി ഈ കൊടിയും പിടിച്ചാണ്ട് പല ആളുകളോടും പല യുദ്ധങ്ങളും ചെയ്ത ആളാണ്. എന്നെ പറ്റി അറിഞ്ഞിട്ടാണ്. പക്ഷെ സത്യത്തിന് നിരക്കാത്തത് ആര് ചെയ്താലും അതിനെ അംഗീകരിക്കാനാവില്ല. നിങ്ങളെ അടുത്തൊരു ഹക്കുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെ കൊടി പിടിച്ച് നിങ്ങളെ പിന്നാലെ കൂടി നടന്നത്. പക്ഷെ അവർ തന്നെ അധികാരം കിട്ടാതെ ആകുമ്പോൾ പണ്ഡിതന്മാരെ നേർക്ക് തിരികുകയും സമസ്തന്റെ നേർക്ക് തിരികുകയും ചെയ്യുമ്പോൾ നിങ്ങളെ കൂടെ നിൽക്കാൻ നമ്മളെ കിട്ടൂല. അത് മനസ്സിലാക്കുക. നിങ്ങൾ കഴിഞ്ഞ ലോകസഭയിൽ ജയിച്ച സന്തോഷത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ എതിർത്തിട്ടും ഞങ്ങൾ ജയിച്ചല്ലോ എന്ന്. അടുത്ത് വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ്, പിന്നെ വരുന്ന നിയമസഭയാണ്. ഈ പോക്ക് പോയാൽ 3ാമത്തെ കുത്തും LDF കയറുമെന്നാണ് പറയാനുള്ളത്. നിങ്ങളിപ്പോഴും നിങ്ങൾക്ക് എന്താണ് പറ്റിയത് നിങ്ങൾ മനസ്സിലാക്കണില്ല. എവിടെയാണ് പ്രവർത്തിക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കണില്ല. നിങ്ങൾ പണ്ഡിതന്മാരെ മാറ്റാനും കോളേജുകൾ പിടിച്ചടക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് എല്ലാവരും ചേർത്ത് പിടിക്കലാണ് മുസ്ലിം ലീഗിൻ്റെ ആവശ്യം. അതിൽ മുജാഹിദ് ഉണ്ടാവും, ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് ഉണ്ടാവും, AP ഉണ്ടാവും, EK ഉണ്ടാവും, എല്ലാവിധ ആളുകളും ഉണ്ടാവും. അതിന് നമ്മൾ എതിരല്ല. നിങ്ങൾ കടന്നു കയറി സമസ്തയിൽ എന്തൊക്കെ വേണം എന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ ഈ പ്രശ്നം വരുന്നത്. നിങ്ങളോട് ഷാജിനോട് ആരും ഈ CIC വിഷയത്തിലോ വാഫി വിഷയത്തിലോ സംസാരിക്കാൻ പറഞ്ഞിട്ടില്ല. ഹമീദ് മാസ്റ്ററോട് ആരും പറഞ്ഞിട്ടില്ല. നിങ്ങളെ പൊട്ടൻ സലാമിനോടും ആരും പറഞ്ഞിട്ടില്ല. അവിടെ തുടങ്ങിയതാണ്. മനസ്സിലായോ? പാണക്കാട് തങ്ങളെ അടുത്തേക്ക് മാർച്ച് നടത്തിയാണ്ട് സലാം വെല്ലുവിളിച്ചിട്ട് ഒന്നിക്ക് എനിക്ക് തിരുവരങ്ങാടി വേണം, അല്ലെങ്കിൽ എനിക്ക് പാർട്ടി സെക്രട്ടറി സ്ഥാനം വേണം, അല്ലെങ്കിൽ ഞാൻ ഈ പാർട്ടി വളർത്തുമെന്ന് പറഞ്ഞപ്പോൾ പേടിച്ചിട്ട് സെക്രട്ടറി സ്ഥാനം എന്ന് കൊടുത്തോ അന്ന് തുടങ്ങി ലീഗിൻ്റെ അധപ്പതനം. ആ വഹാബി കയറിയിരുന്ന അന്ന് തുടങ്ങി ലീഗിൻ്റെ അധപ്പതനം. ആരെങ്കിലും കൊണ്ടേ ഇരുത്തിയത്? ഏത് സ്ഥാനത്ത് ഞങ്ങൾ കൊണ്ടേ ഇരുത്തിയത്? പൊട്ടന്മാരങ്ങൾ. എന്ത് സ്ഥാനങ്ങൾ കൊടുത്തോളി, നമ്മളെതിരല്ല. മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മറ്റേ MP മന്ത്രിയോ എന്ത് തേങ്ങ കൊടുത്താലും കൊള്ളില്ല. പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് ഇരുത്തുമ്പോൾ അതിന് യോഗ്യരായ ഒരാളല്ലേ ഇരുത്തേണ്ടത്? INL സ്ഥാനമോഹത്തിനും വേണ്ടി ചാടി വന്നാണ്ട് ഇവിടെ വന്നാണ്ട് സ്ഥാനമോഹത്തിനും വേണ്ടിയിട്ട് ഒച്ചമ്പുളി ഉണ്ടാക്കുന്ന ഒരാളെ പിടിച്ചിട്ട് പാർട്ടി സെക്രട്ടറി ആക്കിയാണ്ട് ഇരുത്തുമ്പോൾ അത് അംഗീകരിക്കണം എന്ന് പറയുമ്പോൾ ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല അതിനെ അംഗീകരിക്കാൻ. ഞങ്ങളെ നേതാക്കന്മാരെ, ഇതേവരെയുള്ള നേതാക്കന്മാരെ എങ്ങനെയാണ് അണികൾ ചിന്തിച്ച് തീരുന്നിടത്ത് ചിന്തിച്ച് തുടങ്ങുന്നവരായിരുന്നു ഞങ്ങളെ നേതാക്കന്മാർ. അക്ഷരം തെറ്റാതെ ഞങ്ങൾ വിളിക്കുമായിരുന്നു നേതാവിനെ. ഇതിന് മുന്നേ വഹാബികൾ ഇരുന്നിട്ടില്ലേ സെക്രട്ടറി സ്ഥാനത്ത്? മജീദ് വഹാബി ഇല്ലേനിയോ? VT വഹാബി ഇല്ലേനിയോ? ആരെങ്കിലും ഇതേമായിട്ട് പൊട്ടത്തരം വിളിച്ചു ചേർന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ? സമസ്തനെ വെല്ലുവിളിക്കണമല്ലോ കണ്ടിട്ടുണ്ടോ? ഞങ്ങളെ കൂടെ നിന്നിട്ട് പാർട്ടി വളർത്തിയെടുത്തിട്ട് എന്നിട്ട് ഞങ്ങളെ തന്നെ കുത്തുക അല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സുഖിച്ചിങ്ങനെ കഴിയണം. ഞങ്ങളെ തമ്മിൽ തല്ലിച്ചിട്ട് നടക്കൂല. അതന്നെ പറയാനുള്ളത്. അത് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി ഞങ്ങൾക്ക് എന്ത് അറിയണോ? ഇടുവാ 10 കൊല്ലമായിട്ട് നിങ്ങൾക്ക് ഭരണമില്ല. നിങ്ങളെ ഭരണം എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു നിങ്ങൾ പറയോ? നിങ്ങൾ ഏതൊരു തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോഴും നിങ്ങൾ പറയും അത് ഒന്നിക്ക് ഈകക്കാർ തോൽപ്പിച്ചു അല്ലെങ്കിൽ AP തോൽപ്പിച്ചു എന്ന്. ഒരാളും തോൽപ്പിക്കൂല, ഒരാളും തോൽപ്പിക്കൂല. അവനാ നല്ല പ്രവർത്തനം ചെയ്ത് മുന്നോട്ട് കാഴ്ചവെച്ച് പോയാൽ, സേവനങ്ങൾ ചെയ്ത് പാവപ്പെട്ടവൻ്റെ അവകാശങ്ങൾ നേടിയെടുത്ത് ഇത് നേരം വേണ്ട. നിങ്ങൾക്ക് കക്കാനല്ലേ നേരമുള്ളൂ. കട്ടുമുടിച്ച് ഭരണം കിട്ടുമ്പോൾ കട്ടുമുടിച്ചു, എന്നിട്ട് തോറ്റിൻ്റെ ശേഷം പറയാം ഓല് നമ്മളെ തോൽപ്പിച്ചാണെന്ന്. ഇതല്ല നിങ്ങളെ നിലപാട്. അതുകൊണ്ടാണ് പറയണത് നിങ്ങളെ ഏൽപ്പിച്ച പണി നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞത്. നിങ്ങൾ അതല്ല പണിയെടുക്കണത്. നിങ്ങൾ തമ്മ് തല്ലിച്ചാണ്. മുട്ടനാടുന്ന് തമ്മ് കുത്തിച്ചിട്ട് ചെന്നായ ചോര കുടിക്കണമായിരുന്ന പരിപാടിയാണ് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ശക്തമായിട്ട് പ്രതിരോധം തീർക്കുന്നത്. നിങ്ങളിപ്പോൾ എടുക്കണ പണിയൊക്കെ അത് തന്നെ. നിങ്ങൾ ഹമീദ് മാസ്റ്റർക്ക് എന്താ പണി? വള്ളിക്കുന്ന് MLA ആണ്. അവിടെ വികസനം ചെയ്യേണ്ട സമയത്ത് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജാമ്യയിലെ ആ ഇതിൽ കയറിയാണ്ട് അവിടെയുള്ള ഉസ്താദിനെ പിടിച്ചാണ്ട് പുറത്താക്കുക, പണ്ഡിതന്മാരെ കയറ്റി സംസാരിക്കുക, ഫോൺ വിളിക്കുക, ഇന്നാളെ മാറ്റണം, ഇന്നാളെ എടുക്കണം. ഇതാണ് ഇപ്പം നിങ്ങളെ പരിപാടി. നിങ്ങൾ കാവ്യ ഫൗണ്ടേഷൻ ഉണ്ടാക്കുക, സമസ്തക്ക് ബദലുണ്ടാക്കുക. ഇതിനാണ് നിങ്ങളെ വളർത്തിയത്. സമുദായത്തിൻ്റെ ശത്രുക്കളാകാനല്ല നിങ്ങളെ വളർത്തിയത്. മനസ്സിലായോ? ഇപ്പോഴത്തെ ആളുകൾക്കും ഇപ്പോഴത്തെ മൂരികൾക്കും കായികമില്ലത്തെ ആരാന്നറിയില്ല, കായികമില്ലത്തിൻ്റെ ചരിത്രം അറിയില്ല. അതാദ്യം നിങ്ങൾ പോയിട്ട് പഠിക്കുക. ലീഗിൻ്റെ ചരിത്രം എന്താണ്, എന്തിനാണ് മുസ്ലിം ലീഗ് ഉണ്ടാക്കിയെന്നുള്ളത് പഠിക്കുക. കായികമില്ലത്ത് എന്തിനു മുസ്ലിം ലീഗ് ഉണ്ടാക്കി തന്നു? ചെന്നായകളെ പോലെ മുട്ടനാടിനെ തമ്മിൽ കുത്തിച്ച് ചെന്നായ പോലെ ചോര കുടിക്കാനല്ല നമുക്കിവിടെ മുസ്ലിം ലീഗ് ഉണ്ടാക്കി തന്നത്. കാലഘട്ടത്തിൻ്റെ അനിവാര്യമായിരുന്നു അന്ന് മുസ്ലിം ലീഗ് ഉണ്ടാക്കൽ. എന്തുകൊണ്ടാണ് രാജാജി ഹാളിൽ വെച്ച് മാർച്ച് 10 മുസ്ലിം ലീഗ് ഉണ്ടാക്കി തന്നത്? ഇവിടെ ഒരുപാട് ആളുകൾ അന്തമാനിലേക്കും മറ്റുള്ളതിലേക്കും ഈ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ട് അനാഥരായ കുട്ടികളുണ്ടായപ്പോൾ, സമുദായത്തിൻ്റെ അവകാശങ്ങൾക്ക് നേടിയെടുക്കാനും വേണ്ടി ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ, സമുദായത്തിനു വേണ്ടി ശബ്ദിക്കാൻ ഇവിടെ ലീഗ് വേണമെന്ന് പറഞ്ഞപ്പോൾ നെഹ്റു പറഞ്ഞു ഞങ്ങളൊക്കെ ഇല്ലേ, പിന്നെ എന്തിനാ ഒരു ലീഗ്, ഇവിടെ നമുക്ക് കോൺഗ്രസ് പോരെന്ന്.
അന്ന് കോൺഗ്രസ് എന്ന ഒറ്റ പാർട്ടിയേ ഉള്ളൂ. ആ കോൺഗ്രസ് പോരെന്ന് ചോദിച്ചു. നിങ്ങളുള്ള കാലം ഞങ്ങൾക്ക് പേടില്ല, ഞങ്ങളെ കാലം കഴിഞ്ഞാൽ അതിൻ്റെ സമുദായം ഒറ്റപ്പെട്ടു പോകും, അതിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ ഞങ്ങൾക്കിവിടെ പാർട്ടി വേണമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി തന്ന പാർട്ടിൻ്റെ പേരാണ് മുസ്ലിം ലീഗ്. ചരിത്രം കഴിഞ്ഞിട്ടില്ല. 1948 മാർച്ച് 10 ഉണ്ടാക്കിയതിൻ്റെ ശേഷം പിന്നെ ഒരുപാട് കാലം അങ്ങനെ പോയി. എവിടെ നോക്കിയിട്ടും ഒരുമിച്ച് കൂട്ടാൻ കഴിയണില്ല. പിന്നെ ഒരുമിച്ച് കൂടിയപ്പോഴാണ് പണ്ഡിതന്മാർ ഇത് ഏറ്റെടുത്തപ്പോഴാണ് ഒരുമിച്ച് കൂടിയത്. സമസ്തൻ്റെ ആലിമീങ്ങളായ ഔലിയാക്കളായ പണ്ഡിതന്മാർ ആ പ്രസ്ഥാനത്തെ ചേർത്ത് പിടിച്ച് വളർത്തിക്കൊണ്ടുവന്ന് സമസ്ത ഉണ്ടാക്കി 1926 ഉണ്ടാക്കിയ ആ സമസ്ത ഉണ്ടാക്കിയ മണ്ണിൽ കൃഷി ഇറക്കിയിട്ടാണ് മുസ്ലിം ലീഗ് വളർന്നതെന്നുള്ള ചരിത്ര സത്യം ഇപ്പോഴത്തെ മൂരികളായ ലീഗുകൾ പഠിച്ചിരിക്കണം. മറക്കരുത്, ചരിത്രം മറക്കരുത്. ആ സമസ്തനോട് ചേർന്ന് നിന്നിട്ടാണ് ഇന്നുള്ള മുസ്ലിം ലീഗുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ആ ചരിത്രമാണ് നിങ്ങൾ മറന്നത്. ആ പണ്ഡിതന്മാരുടെ ദുആയും ആ പണ്ഡിതന്മാരുടെ ചേർത്ത് നിർത്തലും മാത്രമാണ് ഇന്ന് നിങ്ങൾ ഇത്രത്തോളം വളർന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നത് ഈ സമസ്ത പണ്ഡിത സഭയാണ്. ആ സമസ്ത പണ്ഡിത സഭ ഇറക്കി കുഴിച്ചെടുത്ത മണ്ണിൽ കൃഷി ഇറക്കിയിട്ടാണ് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം ഉണ്ടായത്. ആ പാണക്കാട് തങ്ങന്മാരെ തലപ്പത്തൊക്കെ കൊണ്ടുവന്നുകൊണ്ടാണ് കേരള സമൂഹത്തിൽ ഇന്ന് അറിയപ്പെടുന്ന മുസ്ലിം ലീഗ് UDFൻ്റെ ഘടകകക്ഷിയായിട്ട്, രണ്ടാമത് ഘടകകക്ഷിയായിട്ട് ഇന്നും നിലകൊള്ളുന്നു നിൽക്കുന്നത്. ഇത് മറന്നിട്ട് ഇപ്പോൾ കുറച്ച് വഹാബികൾ വന്നുകൊണ്ട് ഞങ്ങളാണ് മുസ്ലിം ലീഗിൻ്റെ ആളുകൾ, ഞങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു വിഷമമൊന്നുമില്ല. പക്ഷേ കായികമില്ലാത്ത ഉണ്ടാക്കി തന്നത് അവകാശങ്ങൾ നേടിക്കൊടുക്കാനാണ്, നിയമസഭയിൽ സംസാരിക്കാനാണ്, ലോകസഭയിൽ സംസാരിക്കാനാണ്, രാജ്യസഭയിൽ സംസാരിക്കാനാണ്. അല്ലാതെ ഇവിടെ പള്ളിക്കലും മറ്റേ കോളേജുകളിലും ചെന്നുകാണ്ട് തമ്മ് തല്ലിച്ചിട്ട് ഏപ്പിനെയും ഈക്കിനെയും കുറേ തമ്മ് തല്ലിച്ച്, മുജാഹിദും സുന്നിനും തമ്മ് തല്ലിച്ച് അതിൻ്റെ അടിയിൽ കൂടി മരുന്ന് വെച്ച് കൊടുക്കുകയും പെട്രോൾ ഇട്ട് കൊടുക്കുകയും കത്തിക്കുകയും ചെയ്യുന്ന ആ സ്വഭാവങ്ങൾ മാറ്റി വെക്കണം. അതാണ് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളെ ഏൽപ്പിച്ചൊരു പണിയുണ്ട്, ആ പണി എടുത്തിട്ടാണ് നിങ്ങൾ പോകേണ്ടത്. നിങ്ങളിവിടെ ദീന് പറയേണ്ട ആവശ്യമില്ല. ദീന് പറയാൻ ഇവിടെ ദീനിൻ്റെ മക്കളുണ്ട്, അതിൻ്റെ ആളുകളുണ്ട്. നിങ്ങളെ ഏൽപ്പിച്ച പണിയാണ് നിങ്ങൾ എടുക്കേണ്ടത്. അത് നിങ്ങൾ ചെയ്യണില്ല. നിങ്ങൾ കിട്ടുന്ന നേരങ്ങൾ കക്കും, ബാക്കിയുള്ള നേരങ്ങൾ മറ്റുള്ളവർ ഞങ്ങളെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞു നടക്കും. ഷജറകൾ തോൽപ്പിച്ചു, ഏപ്പിക്കാർ തോൽപ്പിച്ചു, മുജാഹിദ് തോൽപ്പിച്ചു. എങ്ങനെ ഒരു പാർട്ടി തോൽക്കണത്? ആര് തോൽപ്പിച്ചാലും ഒരു പാർട്ടി തോൽക്കൂല. അവനാൻ ചെയ്യുന്ന പ്രവൃത്തി അക്കോട് കൂടിയും നല്ല സത്യസന്ധമായിട്ടാണെങ്കിൽ പ്രവർത്തിച്ച് കാണിക്കുകയാണെങ്കിൽ ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയൂല. അതാണ് ഒരു വിശ്വാസിൻ്റെ വിശ്വാസം തന്നെ. പിന്നെ ആര് തോൽപ്പിച്ചെന്ന് പറഞ്ഞാൽ കട്ടുമുടിച്ച് കിട്ടുന്ന ഭരണത്തിൽ കട്ടുമുടിച്ചിട്ട് ശേഷം തോറ്റിന് ശേഷം മറ്റ് സമസ്തൻ്റെ പേരിലും മറ്റുള്ളതിൻ്റെ പേരിലും പൈ ചേരലല്ല വേണ്ടത്.